രാവിലെ തന്നെ നല്ല മഴയായിട്ടാണ് കേട്ടോ തുടക്കം. അപ്പോൾ മഴയത്ത് ഇങ്ങനെ ഊത്താലൊക്കെ അടിച്ച് തിണ്ണയിൽ ഇങ്ങനെ വെള്ളമായിട്ടുണ്ടായിരുന്നു. അതൊക്കെ രാവിലെ തുടച്ചു. അതിനുശേഷം അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. മഴക്കാലം എനിക്ക് ഇഷ്ടമാണോ ചോദിച്ചാൽ ഇഷ്ടമാണ്, ഇഷ്ടമല്ലേന്ന് ചോദിച്ചാൽ ഇഷ്ടമല്ല കേട്ടോ. ചില കാര്യങ്ങൾ ആലോചിക്കും ഇഷ്ടം. അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോൾ അമ്മ തേങ്ങ ചെറുക്കാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് സ്നേഹപ്രകടനങ്ങളും കാണാണ്ട് കേട്ടോ, അമ്മടിയും കുട്ടിയുടെയും. അടുപ്പിലാണെങ്കിൽ ചോറ് തിളക്കിണ്ടെന്ന്. രാവിലെ കഞ്ഞിയാണ്. മഴയത്ത് കഞ്ഞി കുടിക്കാൻ നല്ല രസമാണല്ലേ. കഞ്ഞിക്ക് ചമ്മന്തിയാണ് കേട്ടോ, നല്ല ചുട്ടരച്ച തേങ്ങാ ചമ്മന്തി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുളക് ചുടുകയാണ് ഞാൻ. അങ്ങനെ മുളകൊക്കെ ചുട്ട് കഴിഞ്ഞു. കൂടെ കട്ടയ്ക്ക് രാരും ഉണ്ട് കേട്ടോ. ഉണക്കമുളക് ചുട്ടതും തേങ്ങയും പിന്നെ കുറച്ച് ജീരകവും പുളിങ്ങയും ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ അരയ്ക്കണ ഒരു നോർമൽ ചമ്മന്തി. അതിന് തേങ്ങാ ചമ്മന്തിന്നോ മുളക് ചുട്ടരച്ച ചമ്മന്തിന്നോ എന്ത് വേണമെങ്കിൽ വിളിക്കാം. അങ്ങനെ അമ്മ മിക്സിയിൽ ചമ്മന്തിയൊക്കെ അരച്ച് കഴിഞ്ഞു. അങ്ങനെ ചമ്മന്തി പാത്രത്തിലാക്കാണ്. ചമ്മന്തിയൊക്കെ അങ്ങനെ പാത്രത്തിലാക്കി പിന്നെ കഞ്ഞി വിളമ്പണം കേട്ടോ. കഞ്ഞി 3 ആൾക്കും കൂടി ഒരു പാത്രത്തിൽ തന്നെയാണ് വിളമ്പണത്. അപ്പൊ കഞ്ഞിക്ക് കൂട്ടായിട്ട് ചമ്മന്തിയും പിന്നെ വടുകപ്പൊടി നാരങ്ങ അച്ചാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിട്ട് കഞ്ഞിയൊക്കെ കുടിക്കുകയാണ്. കഞ്ഞി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ കുറച്ചായിട്ട് കഞ്ഞി കുടിക്കൽ നിർത്തി പലഹാരം ആക്കിയിട്ടുണ്ട്. കഞ്ഞിയൊക്കെ കുടിച്ചു കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വെട്ട് കേക്ക്, റവ കേക്ക് എന്നൊക്കെ പറയണ ആ ഒരു ഐറ്റം കഴിക്കണത് കേട്ടോ. അതങ്ങനെ കഴിച്ചു. പിന്നെ എനിക്ക് വളരെ കുറച്ച് മാത്രം പാത്രം, ബാക്കിയൊക്കെ അമ്മ കഴുകിയിട്ടുണ്ടായിരുന്നു. കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴുകി വെക്കുകയാണ്. പുറത്തിപ്പോഴും നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷം രാരുവിനെ കുളിപ്പിക്കാൻ വേണ്ടി അമ്മ ചൂടുവെള്ളം ഒഴിച്ചു തരാണ് കേട്ടോ. അതിനുശേഷം ഞാനാണ് കുളിപ്പിക്കണത്. അങ്ങനെ രാരുവിനെ എണ്ണയൊക്കെ തേപ്പിച്ച് മസാജൊക്കെ ചെയ്ത് അങ്ങനെ സോപ്പൊക്കെ ഇട്ട് കുളിപ്പിച്ചെടുത്തു. പിന്നെ അവന്റെ മേക്കപ്പാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ഞാൻ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ചൊക്കെ അവൻ തന്നെ ചെയ്യാന്ന് പറഞ്ഞ് ചെയ്യുന്നുണ്ട്. എൻ്റെ അടുത്തുനിന്ന് ചീർപ്പ് മേടിച്ച് തല ചെയ്യുന്നുണ്ട്. ക്രീമും പൗഡറൊക്കെ ഇട്ട് കൊടുത്ത് പെനിയനും ട്രൗസറൊക്കെ ഇട്ട് കൊടുത്ത് ചന്ദനക്കുറിയും തൊട്ട് കൊടുത്ത് സുന്ദര കുട്ടപ്പനാക്കി. സുന്ദരനായില്ലേ ചോക്കടാ, സൂപ്പർ ആണോ ഞാൻ ചോദിക്കും. അതിനിടയ്ക്ക് കറണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ അടിക്കലും തുടയ്ക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ചോറുണ്ണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇരിക്കുകയാണ്. 3 ആളും കൂടി വീണ്ടും ഒരൊറ്റ പ്ലേറ്റ് തന്നെയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി ഒരൊറ്റ പ്ലേറ്റിൽ നിന്ന് കഴിക്കണം. എൻ്റെ ഒരു രസം കഴിക്കണവർക്ക് തന്നെ കേട്ടോ അറിയുള്ളൂ. അങ്ങനെ സിനിമയൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ ചോറ് കഴിക്കണത്. മകൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞ സിനിമ. പിന്നെ വൈകുന്നേരത്ത് ഊപ്പയൊക്കെ പുറം ഭാഗത്ത് ഉരച്ച് കഴുകണം. അതിനിടയ്ക്ക് പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. ചായയുടെ നേരത്തെ അപ്പം ചക്ക പായസമാണ് കേട്ടോ. അതിങ്ങനെ ഇമ്മർത്തിരുന്ന് കുടിക്കുകയാണ്. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ.